രണ്ടും നമ്മുടെ അറബിയോട്ടോ സിനിമയിലേക്ക് അല്ല രണ്ട് കോയ നീ കോയ ഞാനും കോയ രണ്ട് കോയ മോഹൻലാൽ ഇവിടെ ഞാനൊക്കെ എന്ത് വാങ്ങാ. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും മിസ്സാക്കരുത്, സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ചിരിച്ചൊരു വിധാവാനുള്ള ഗ്യാരണ്ടി വീഡിയോ ആണ് ഈ വീഡിയോ. ഞാൻ അത്ര ഉറപ്പായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും ചക്കരയാണ് ഈ വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഗെയ്സ് ഉമ്മായും ചക്കരയും കൂടി ചേർന്നിട്ടാണ്. അതായത് കൊല്ലത്തുള്ള നമ്മുടെ ഉമ്മായും പാലക്കാട്ടുള്ള നമ്മുടെ ചക്കരയും ചേർത്തുള്ള ഒരു വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ, ഞാൻ പറഞ്ഞു തരാം. എന്നാൽ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് ചലഞ്ചാണ് ഗെയ്സ്. അതായത് മലബാറിൻ്റെയും തെക്കൻ്റെയും കൂടെ തമ്മിലുള്ളൊരു ഭാഷ അഥവാ ലാംഗ്വേജ് ക്ലാഷ് ചലഞ്ച് ഫൈറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഒരു തകർപ്പ് ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 50-60ഓളം വാക്കുകൾ വെച്ചിട്ടുള്ള ഒരു ചലഞ്ചാണ്. അതായത് ചലഞ്ച് എങ്ങനെയാന്ന് പറയുമ്പോൾ, ചക്കര അവരുടെ നാട്ടിൽ സംസാരിക്കുന്ന ഒരു വാക്ക് പറയും, അത് നമ്മുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്നാണ് ഉമ്മ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ രണ്ട് നാട്ടിലും വെറൈറ്റി ആയിട്ടാണ് പറയുന്നത്. ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും ആഹാര രീതികൾ കൊണ്ടൊക്കെ തെക്കും വടക്കും തമ്മിൽ നല്ല രാപകല വ്യത്യാസം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവരെ നാട്ടിൽ, ചക്കരയുടെ നാട്ടിൽ പറയുന്ന പിന്നെ ഓരോ വാക്കുകൾ, ഓരോ പ്രയോഗങ്ങൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി ചിരിക്കാനുള്ള വീഡിയോ തന്നെ ആയിരിക്കും ഞാൻ ഉറപ്പ് പറയാണ്. നിങ്ങൾ മിസ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ആ ഒരു ഫൈറ്റ് കൂടെ തുടങ്ങാൻ പോകണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവർ രണ്ടാളുടെ ഇടയിലിരുന്നിട്ട് പിന്നെ മറ്റേ ചെമ്മരിയാടിനെ ചോരെടുപ്പിക്കുന്ന ചെന്നായി എന്നൊക്കെ പറയില്ലേ, അതേപോലെ എന്നാലും ഞാനിത് ഇവിടെ ഇരുന്നിട്ട് കോർഡിനേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ മൈക്ക് രണ്ടാൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഒരു വാക്കുകൾ ഇവരോട് ചോദിക്കും. അപ്പൊ ആദ്യം ഉമ്മനോട് ചോദിക്കും, അതേ വാക്ക് തന്നെ ചക്കനോട് ചോദിക്കും. എന്നിട്ടാണ് നമ്മൾ ഈ മത്സരം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ വാക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 40-50 വാക്കുകളുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വാക്ക് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ നമ്മള് മുറ്റോടിക്കുന്ന ഈ കുറ്റി ചൂലില്ലേ, സാധാരണ നമ്മളോട് ചൂല് തന്നെയാണ് പറയുന്നത്. ഈ മുറ്റൊടിക്കുന്ന നമ്മളെ ഈർക്കിൽ ചെറുതായിട്ടുള്ള ഷോർട്ട് ടൈപ്പ് ആയിട്ടുള്ള ചൂലുണ്ടല്ലോ, അതാണ് നമ്മൾ എന്താണ് പറയുന്നത്? ചൂലെന്ന് പറയും. കുറ്റിച്ചൂല് അല്ലെങ്കിൽ ചൂല് തുറപ്പാന്നും പറയും. തുറപ്പാന്നും പറയും, ചൂലെന്നും പറയും. നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുന്നത്? ചൂല് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കുറ്റിച്ചൂല്. അപ്പൊ വലുതാണെങ്കിൽ ചൂലെന്ന് പറയും, ചെറുതാണെങ്കിൽ നമ്മള് തുറപ്പാന്ന് പറയും. ഇവരുടെ നാട്ടില് പാലക്കാട് ചൂലെന്ന് പറയും. അപ്പൊ അടുത്തത് നമ്മള് ചവറ് കോരി, നമ്മള് ചവറൊക്കെ തൂത്ത് കൂട്ടിയിട്ട് അടിച്ചു കൂട്ടിയിട്ട് നമ്മൾ വാരുന്നതിനെ ചവറ് കോരി എന്ന് പറയും അല്ലേ? നിങ്ങളോട് എന്താ പറയും? മൊറം എന്നാണ് പറയുന്നത്. ഇവിടെ മൊറം എന്ന് പറയുന്നത് അരി പാറ്റണത്, ഇങ്ങനെ പാറ്റണത്. നമുക്ക് അതും മൊറ, അതും രണ്ടും നമ്മുടെ അറബിയോട്ടോ സിനിമയിലേക്ക് അല്ല രണ്ട് കോയ നീ കോയ ഞാനും കോയ രണ്ട് കോയ മോഹൻലാൽ ചോദിക്കുന്ന ഈ സഭ അത് രണ്ടും ഇവരുടെ നാട്ടിൽ മുറം എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ചവറോരി എന്ന് പറയും, ഇവരുടെ മുറം എന്ന് പറയും. അതാണ് സാധനം. അതിന് ഇവരുടെ മുറം അതിനും പറയും കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ ചോദിക്കുമ്പോൾ മൂന്നാമത്തെ വാക്ക് പാത്രം. അതായത് നമ്മൾ സ്റ്റീല്, അലൂമിനിയം പാത്രം, കിണ്ണം അല്ലെങ്കിൽ പാത്രം എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയും? നമ്മളിവിടെ പാത്രം തന്നെ പറയാ, പക്ഷെ എന്റെ അമ്മയൊക്കെ ഡവറ എന്ന് പറയും. ഡവറ എന്ന് പറയാം. അല്ല, ഏതോ പാത്രത്തിൽ കൂടി പറഞ്ഞു കേട്ടോ. നമ്മള് ഫുഡ് കഴിക്കുന്ന പാത്രമല്ല, നമ്മളിങ്ങനെ ബൗള് പോലെ ഇരിക്കില്ലേ, കറിയൊക്കെ ആക്കാന് ബൗള് പോലെ ഇരിക്കുന്ന നമ്മളെ കുഴിയുള്ള പാത്രത്തിന് ഇവര് ഡവറ എന്ന് പറയും. ഓക്കെ, നമ്മുടെ നാട്ടിലെ പാത്രം തന്നെയാണ്, അല്ലെങ്കിൽ കിണ്ണം എന്ന് പറയും. കിണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മാവില്ലേ, നമ്മുടെ മരം, അതിനെന്താ നമ്മൾ പറയുന്നത്? മാവെന്ന് പറയും. മാങ്ങ കായ്ക്കുന്ന മാവ് തന്നെ നമ്മൾ പറയും. നിങ്ങളുടെ എന്താ പറയും? മൂച്ചി എന്ന് പറയും. ഇവരോട് പാലക്കാട് മൂച്ചി നമ്മള് മാവെന്നാണ് പറയുന്നത്. മാവെന്ന് നമ്മൾ പറയുന്നത്. മലപ്പുറത്തോട്ടൊക്കെ ഈ മൂച്ചി എന്നാണല്ലേ പറയുന്നത്? മൂച്ചി, മാങ്ങമരം, മൂച്ചി. നമ്മുടെ നാട്ടില് മാവ്. അപ്പൊ നിങ്ങളുടെ നാട്ടില് മാവെന്ന് പറഞ്ഞ എന്താണ് സംഭവം? അരിമാവ്, ഗോതമ്പ് മാവ്. ഓക്കെ, അടുത്ത അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ബൗളില്ലേ, അതായത് അത് അങ്ങനത്തെ പാത്രം നമ്മള് കറി വിളമ്പണ ആ പാത്രത്തിന് എന്താ പറയാ? കിണ്ണം. നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്ത്, നമുക്ക് കുണ്ടപാത്രം. ഇവിടെ തല്ലിട്ടു.
കുണ്ടന്നല്ല കുണ്ടപാത്രം കുണ്ടം പാത്രം കുണ്ടം 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 പാത്രം പാത്രം കുണ്ടം പാത്രം എന്ന് പറയുന്നത് ഇതൊക്കെ ശരിയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ. നിങ്ങളുടെ നാട്ടില് വേറെ എന്ത് പറയുന്നുണ്ടെങ്കിലും ഏത് വാക്കായിക്കോട്ടെ നിങ്ങളത് കമന്റ് ചെയ്യണം. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന വാക്ക് പറഞ്ഞത് പശു. എന്താ പറയുന്നത് നമ്മള് പശു തന്നെ നാട്ടില്? പയ്യെ പയ്യ ആ, പശുവിന് പയ്യ എന്ന് പറയും. അതിന് മലപ്പുറത്തോടൊക്കെ പോയി കഴിഞ്ഞാൽ പജ്ജെന്ന് പറയും. നമ്മള് പശു എന്നാണ് പറയുന്നത്. ചെലപ്പോ എന്റെ വായില് പജ്ജം തന്നെ വരുള്ളൂ. ഇവരവിടെ പയ്യെന്ന് പറയുന്നത്. പജ്ജ്. അടുത്ത് നമ്മള് വാഴക്കൂമ്പ്. എന്താ പറയുന്നത്? കൂമ്പ് കൂമ്പ്. കൂമ്പ് നിങ്ങളുടെ എന്താ പറയുന്നത്? എനിക്കൊന്ന് നോക്കണ്ടി വരും. അധികട്ടെ നിങ്ങളെ നാട്ടില് കറക്റ്റ് ഉണ്ണിത്തണ്ടാവും. അല്ല, മാണി എന്ന് പറയും. ആ മാണി മാണി എന്ന് പറയും ഇവരെ നാട്ടിൽ. ശരിയല്ലേ? ഞാൻ ഇന്ത്യയിൽ ഈ രണ്ട് വാക്കിന്റെയും അവിടെ പറയുന്നതും ഉണ്ട്, ഇവിടെ പറയുന്ന രണ്ട് വാക്കും ഉണ്ട്. അതുകൊണ്ട് മാണി മാണി നമ്മള് പറയും വാഴ കൂമ്പെന്നും പറയും, മറ്റേത് വാഴത്തടയെന്നും പറയും. അത് നമുക്ക് അടുത്ത വാക്കിലോട്ട് വരാം. മാണി എന്ന് പറയാം. നമുക്കറിയാവുന്ന മാണി എന്ന് പറയുന്നത് മറ്റേ പാലയിലുള്ള ഒരു മുൻ മന്ത്രി ഉണ്ടായിരുന്നു മാണി. നമുക്ക് ആ ഒരു മാണി പലരും പേരുണ്ട് മാണി. എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ മാണി എന്നുള്ള അറിയാ, നമ്മളങ്ങനെ പറയാ, പക്ഷെ പെട്ടെന്ന് അങ്ങനെ പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മള് ഉമ്മ കുറച്ച് മുന്നേ പറഞ്ഞ വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴത്തട. വാഴത്തട, അതിനെന്താ പറയുക? വാഴപ്പിണ്ടി, വാഴത്തട. എന്താ പറയാ അറിഞ്ഞൂടാ സത്യമായിട്ട്. ആ റൗണ്ടിന് ട്യൂബ് പോലെ ഇരിക്കണേടി, ഉണ്ണിത്തണ്ടാണോ? ആ, ഉണ്ണിത്തണ്ട്. അതിന് അത് ഉണ്ണി, മറ്റത് വാഴ. ഇവിടെ ആൾക്കാരെ പേരാണ് കേട്ടാ. അതിന് ഉണ്ണിത്തണ്ട് എന്ന് ഇവര് പറയും. നമ്മളതിന് വാഴത്തട അഥവാ വാഴപ്പിണ്ടി എന്നൊക്കെ. ഉണ്ണിയുടെ കൂടെ തണ്ട് കൊടുത്തുക്കണോ? എന്താ മാണിയിലോടെ ഒന്നുമില്ല. മാണിയുടെ കൂടെ മാണി മതി. ഓക്കെ, അടുത്ത വാക്ക് ശർക്കര. നമ്മളെന്ത് പറയും? നമ്മള് ശർക്കരയെന്ന് തന്നെ പറയും. ബെല്ലം. ബെല്ലം. ബെല്ലം എന്നാണ് ഇവര് പറയുന്നത്. നമ്മള് പറയണ ശർക്കര എന്നാണ്. ശർക്കര എന്ന് പറയുന്നത് അല്ലേ? ശർക്കര അറിയില്ല, നമ്മള് ശർക്കര അറിയുന്ന കുറവാണ്. അടുത്തുമ്പോ നമ്മള് സിമന്റ് ഒക്കെ ഇടുമ്പോ നമ്മൾ ആ സിമന്റ് എടുത്തേക്കുന്ന ആ ഒരു ഇതില്ലേ കരണ്ടി, എന്താ പറയാ നമ്മള്? അത് കരണ്ടി എന്ന് പറയും. കരണ്ടി എന്ന് പറയും. നിങ്ങളോട് എന്താ പറയുന്നത്? സിമന്റ് തേക്കണ എന്ത്? ആ സിമന്റ് ഒക്കെ നമ്മള് വീട് പോരുന്നതേ, ആ സിമന്റ് ഒക്കെ ആ പിടിയുള്ള അതില്ലേ ചട്ടിയോ? ചട്ടകം. ആ ചട്ടകം. ചട്ടകം എന്നല്ലേ അറിയണേ ഇവിടെ നാട്ടില്? ചട്ടകവും നമ്മള് കരണ്ടി. ആ മറ്റേ സാധനം ഇങ്ങനെ തേപ്പ് കരണ്ടി, നമ്മള് പറയണ തേപ്പ് കരണ്ടി. കരണ്ടി നമ്മളെ നാട്ടില് ചട്ടകം. ചട്ടകം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് കാർഡ്ബോർഡ് ബോക്സിന് നമ്മളിവിടെ എന്ത് പറയും? ഏതാണ്? നമ്മള് ഗൾഫിലേക്ക് കൊണ്ടുപോകുമ്പോ പെട്ടിക്കുന്ന കാർഡ്ബോർഡ് ബോക്സ്. അത് ബോക്സ് എന്നല്ലേ പറയുന്നത്? കാർട്ടൂൺ, കാർട്ടൂൺ പെട്ടി. നിങ്ങളോട് എന്താ പറയുന്നത്? ഞങ്ങളുടെ അവിടെ കാർഡ്ബോർഡ് പെട്ടി മനസ്സിലായി, പക്ഷെ വായില് വരുന്നില്ല. അതിനെന്താ പറയുന്നേ? നിങ്ങൾ ഇവരെ നാട്ടില് പറയുന്നത് അട്ടപ്പെട്ടി. ആ അട്ടപ്പെട്ടി. അട്ടപ്പെട്ടി ഞാനൊക്കെ എന്ത് വാങ്ങാൻ ആന്ന് എന്തറിയാനൊക്കെ വെറുതെ പാലക്കാട് അതിന് ഇവരോട് പറയുന്നത് അട്ടപ്പെട്ടി എന്നാണ്. പാലക്കാട് അതിന് പറയുന്നത്. ഇല്ല, എനിക്ക് ഒന്നാമത് ഞാൻ ഈ സിറ്റുവേഷൻ ഇരിക്കുമ്പോ ഞാൻ മറക്കും എന്തൊക്കെ പറഞ്ഞെന്നുള്ളത്. ഭാഷ മറക്കാൻ പാടില്ല. എന്നാല് അതായത് ഇവരവിടെ അട്ടപ്പെട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മള് തറ തുടയ്ക്കുന്ന ആ സാധനത്തിന് എന്താ പറയും? മോപ്പ്. മോപ്പ്. നിങ്ങളോട് എന്താ പറയും? തൊടപ്പ്. ഉറക്കെ പറയേ. തൊടപ്പ്. 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 ഇവരുടെ പറയുന്നത് തൊടപ്പ് എന്നാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ ഒരു ഭാഷനെയും ആരെയും കളിയാക്കുന്നതല്ല. നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ച് ഇവിടെ മാത്രം നമ്മൾ കളിയാക്കുന്നതല്ലാതെ ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ മഹത്വം ഉണ്ട്. മാത്രമല്ല നമ്മളെ കേൾക്കാതിരിക്കുമ്പോ നമുക്കത് കേൾക്കുമ്പോ ഒരു അത് സ്വാഭാവികം നടക്കുന്ന. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ തിരുവനന്തപുരം ജില്ലയില് ഏറ്റവും പാറശാല എനിക്കൊക്കെ പോയി കഴിഞ്ഞാല് പിന്നെ അല്ലെങ്കിൽ പിന്നെ കുട്ടി എന്നൊക്കെ വിളിക്കുന്നതിന് അപ്പി എന്നാണ് വിളിക്കുന്നത്. ആ തിരുവനന്തപുരം പാറശാല ഭാഗത്തേക്ക് അത് വേറൊരു ജില്ലക്കാർ കേൾക്കുമ്പോൾ അവർക്ക് അതൊരു വൃത്തിയേടായിട്ട് തമാശയായിട്ടൊക്കെ തോന്നും. അതുപോലെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കളിയാക്കുന്നുള്ളൂ. ഒരു ഭാഷ വീഡിയോ എടുക്കുന്നില്ല, അത് വീഡിയോ ഇടയ്ക്ക് ഞാൻ പറയുകയാണ്. അപ്പൊ അതിന് തൊടപ്പെന്ന് പറയും. അതേപോലെ നമ്മളില്ലേ ഈ അടുക്കളയില് ഈ നമ്മൾ സ്ലാബ് തുടക്കി ഇന്ന് സ്ലാബ് പറഞ്ഞ മനസ്സിലായോ? അത് തുടക്കുന്ന സാധനത്തിന് എന്താ പറയാ? തുണിയോ? അല്ലെങ്കിൽ നമ്മൾ ഈ ചൂടുള്ള സാധനം അടുപ്പിൽ വെച്ചു അപ്പൊ ഇങ്ങനെ എടുക്കില്ലേ ആ തുണി കൊണ്ട്? തടത്തുണി. തടത്തുണി. നമ്മള് കൈക്കല തുണി. കൈക്കല. അതായത് ഇവര് പറഞ്ഞ കൈക്കല തുണി നമ്മള് നമ്മളെ ലിസ്റ്റിലില്ലാത്തൊരു സാധനമായിരുന്നു. നമുക്ക് അത് കൂടി കിട്ടി. ഓക്കെ, നമുക്ക് അടുത്ത വാക്കിലോട്ട് പോവാം. തവി. നമ്മള് ചോറൊക്കെ വരുന്നുണ്ടാവില്ല. നിങ്ങൾ എന്താ പറയുന്നത്? നമ്മള് ഇത് എന്തായിരുന്നു? തവി. തവി. തവി പറഞ്ഞ അതൊരു വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പ്ലെയർ ഉണ്ട്, ക്രിസ് ഗെയിലി പറഞ്ഞിട്ട്. ഇവരെ നാട്ടിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളിവിടെ തവി എന്ന് പറയും.
അടുത്തത് നമ്മള് പശുവിനെ കെട്ടുന്ന ആ ഒരു സ്ഥലമില്ലേ, നമ്മളെന്താ പറയുക? തൊഴുത്ത്. തൊഴുത്ത്. നിങ്ങളുടെ തൊഴുത്ത് നമ്മളെ നാട്ടില് കളിയിലെന്നും പറയും. കളിയിലെന്നും പറയും കേട്ടോ. നമ്മുടെ നാട്ടില് കളിയിലെന്നും തൊഴുത്തെന്നും പറയും, ഇവിടെ തൊഴുത്തെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മള് പശുവിന് കൊടുക്കുന്ന കച്ചിലില്ലേ, അതായത് നമ്മളെ നെല്ലൊക്കെ കൊയ്തതിനു ശേഷം കിട്ടുന്ന ആ ഒരു കറ്റ ഉണ്ടല്ലോ, ആ ഒരു ഉണങ്ങി അതിനെ കച്ചില്. കച്ചിലെന്ന് പറയും. വൈക്കോലെന്നും പറയും, കച്ചിലെന്നും പറയും. വൈക്കോല് നമ്മളവിടെ കൂടുതലും കച്ചിലെന്നാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ വൈക്കോല് എന്ന് പറയും. അടുത്ത് നമ്മള് തേങ്ങയൊക്കെ വെട്ടുന്ന ആ ഒരു കത്തി ഉണ്ടല്ലോ, വലിയ വെട്ടുകത്തി. അതിന് നമ്മൾ എന്തൊക്കെ ഇവിടെ പേരുകൾ പറയും? കൊടുവാളെന്നും പറയും, വെട്ടുകത്തി എന്നും പറയും, കത്താളെന്ന് പറയും, വെട്ടുകത്തി എന്ന് പറയും. ഈ മൂന്നാല് ടൈപ്പ് പേര് നിങ്ങൾ എന്താ പറയുന്നത്? മടാള്. ഇവര് പറയുന്നത് മടാള് എന്നാണ് പറയുന്നത്. പാലക്കാട് മടാള് എന്ന് പറയും. നമ്മള് വെട്ടുകത്തി അല്ലെങ്കിൽ കത്താള്, കൈത്താള് അങ്ങനെ നമ്മള് പറയുന്നത് അല്ലേ. ഓക്കെ, അടുത്ത് നമ്മള് ഓലയുടെ നമ്മളെ മടൽ ഉണ്ടല്ലോ, പച്ച കളർ, അതിന് നമ്മൾ എന്താണ് പറയുന്നത്? മടൽ എന്ന് പറയും. ഓക്കെ, നമ്മളെ നാട്ടില് മടൽ എന്താ പറയും? ഓല നിങ്ങളുടെ നാട്ടിൽ പറയൂല. മടല് മീൻസ് ആ പച്ച കളർ അതിന്റെ ഓല വരുന്ന ഭാഗയടി, നടുക്ക് വരുന്ന ഇറുക്കിലല്ലേ നമ്മളിപ്പം തെങ്ങുന്ന ഓല വെട്ടിടൂലേ, വെട്ടുന്ന ഭാഗം എന്താ പറയുക? ഞാൻ പറഞ്ഞുതരാം. ഇവരെ നാട്ടിൽ അതിന് പിന്നെ ഓല മടലിന് പട്ടാന്ന് പറയും. ഓലക്ക് പട്ടാന്ന് പറയും. അത് എന്തിനാന്നറിയോ പറയാ? ഉണങ്ങിയ പട്ടക്ക്. ഉണങ്ങിയതാണ് പട്ടാന്ന് പറയണേ. ഓലക്ക് ഓലാന്ന് തന്നെ പറയുന്നത്. മടലിനോ? മടല് പറഞ്ഞ എന്താ? എനിക്കൊന്ന് മട്ടല് എന്നാണ് പറയുന്നത്. മട്ടലോ അല്ലേ? എനിക്ക് തോന്നുന്നത്. അതാ നിങ്ങൾ കമന്റ് ചെയ്യാ. തെങ്ങില്ല, തെങ്ങില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ല. സ്കൂട്ടാവല നിൽക്കണ്ട, അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നണം. അങ്ങനെ തന്നെയാണ്. ഓക്കെ, തൊണ്ടിനെന്ത് പറയും? തേങ്ങ പൊതിക്കുമ്പോൾ കിട്ടുന്ന ആ തേങ്ങയുടെ കവചം, അതിനെന്ത് പറയും? തൊണ്ടെന്ന് തന്നെ അറിയാം. നിങ്ങളവിടെ തൊണ്ട് തേങ്ങയുടെ പുറത്തിരിക്കുന്നതേടി, ചകിരിയോ? അല്ലല്ല, തേങ്ങ വെട്ടുമ്പോ തേങ്ങയോടെ കിട്ടുന്ന അതിനെ പിന്നെ പൊളിച്ചിട്ടല്ലേ എന്താണ് പുറത്തിരിക്കണ? എന്ത് തേങ്ങ ഉള്ളിലല്ലേ ഇരിക്കുന്നത്? ആ പുറത്ത് നമ്മൾ ആ തേങ്ങ പൊതിച്ചു കളയുന്ന സാധനം എന്താണ്? ചകിരി. ചകിരി. തൊണ്ടെന്ന് പറയൂല. നമുക്ക് ചകിരി എന്ന് പറയണ അതിനകത്ത് വേറെ ഉണ്ടല്ലോ, അതാണ് ചകിരി എന്ന് പറയും. പിന്നെ പുറം ഇരിക്കുന്നത് തൊണ്ട്, തൊണ്ടെന്നും പറയുന്നത്. തൊണ്ടെന്ന് പറയും. അത് നമ്മൾ തേങ്ങ പൊതിക്കുന്ന സാധനത്തിനില്ല, അതിനെന്താണ് നമ്മൾ പറയുന്നത്? പാര. നിങ്ങളവിടെ എന്താ? തേങ്ങ പൊതിക്കുന്നത്. ഇത്രേ പറയാറുള്ളൂ. പ്രത്യേകിച്ച് പാരാന്നൊന്നും തേങ്ങ പൊതിക്കണത്. തേങ്ങ പൊതിക്കണതൊന്നും പറയില്ല, തേങ്ങ പൊളിക്കണത്. ഒന്ന് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഒപ്പം കഴിയും. അടുത്ത് നമ്മള് ഏണി എന്ന് പറയുന്നത്. നിങ്ങളവിടെ കോണി. കോണി നമ്മളെ കേട്ടിട്ടുണ്ട്. ഇലക്ഷൻ വരുമ്പോ അങ്ങോട്ടെല്ലാം കോണി അടയാളം. അടുത്ത് നമ്മൾ സ്റ്റെയർ കേസിന് നമ്മള് സ്റ്റെയർ പറയും. അതൊരു ഇംഗ്ലീഷ് വാക്കാണ് കേട്ടോ. നമ്മളോട് സ്റ്റെയർ കേസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളവിടെ കോണിപ്പടി. ഇവരുടെ കോണിപ്പടി എന്ന് പറയും. നമ്മുടെ നാട്ടില് സ്റ്റെയർ കേസ് എന്ന് പറയും. അടുത്ത് നമ്മള് ചക്കമാക്കി ഇടുന്ന വലിയൊരു കമ്പില്ലേ, തോട്ട. എവിടെ എന്താ പറയും? എന്താ പറയണേ? ഞാൻ ആലോചിക്കണേ. തോട്ട. ഇവരുടെ നാട്ടില് തോട്ടി എന്നാണ്. നിനക്ക് ശരിക്കും പറഞ്ഞ ഒന്നും അറിഞ്ഞൂടെ? അതാണ് ഇപ്പൊ പറയാനുള്ളത്. സംഭവം എന്താണെന്നറിയോ? എനിക്ക് ഒന്നും അറിഞ്ഞൂടാ ഈ 7 മാസമായിട്ട്. അങ്ങനെ പറയരുത്. നമ്മൾ ഏത് ദേശത്ത് പോയാലും ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ സ്വന്തം ഭാഷ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കുറച്ചേനെ കാക്കുന്ന തന്നെ മറക്കും പിന്നല്ലേ. ഏതൊരു നാട്ടിൽ പോയാലും നമ്മുടെ സ്വന്തം ഭാഷ ഒരിക്കലും മറക്കരുത്. സ്വന്തം ഭാഷ മറക്കല്ല, പ്രയോഗങ്ങൾ മറക്കാൻ പാടില്ല. എന്താണെന്നറിയോ? ഇതൊന്നും ഉപയോഗിക്കാത്തോണ്ട് അറിഞ്ഞൂടാത്തതാണ്. അല്ല, ഉമ്മാനോട് ചോദിക്കുമ്പോ എന്റെ തല തിരിയും. അവിടെ തോട്ടാന്ന് അറിയുമ്പോ എന്റോട് എന്തായിരുന്നു തിരിഞ്ഞു പോവും. നമ്മള് തുണിയൊക്കെ ഉണങ്ങാടുന്ന ആ ഒരു കയർ കെട്ടിക്കിടുന്നതിന് നമ്മൾ എന്താ പറയുക? അശ എന്നാണ് നമ്മളെ നാട്ടിൽ പറഞ്ഞത്. നിങ്ങളവിടെ അയല് എന്ന് പറയും. നമ്മളവിടെ അശ എന്ന് പറയും, ഇവിടെ നാട്ടില് അയല് എന്ന് പറയും. ഓക്കെ, അടുത്തത് നമ്മുടെ ചക്കയുടെ ആ ഒരു ഇതില്ലേ, ചക്ക ചോളയിരിക്കുന്ന ആ ഒരു ഇതിനെന്താ പറയും? ചവണി എന്ന് പറയും. ചവണി. ഞൗനി എന്ന് പറയും. ഇത് എന്താണ്? ഞൗനി. നമ്മള് ചവണി എന്ന് പറയും. ഇവരുടെ നാട്ടിലോട്ട് ഇങ്ങോട്ട് വരുമ്പോ ഏകദേശം ഞൗനിന്ന് പറയും. അടുത്തത് നമ്മുടെ ചക്കയുടെ ആ പശയിലെ അരക്ക്, ചക്ക അരക്കെന്നാണ് പറയുന്നത്. വളഞ്ഞിന്ന് തിരിഞ്ഞിന്നൊക്കെ പറയും. എന്താണ് വളഞ്ഞി എന്ന് പറയും. നമ്മുടെ നാട്ടില് അരക്കെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. ഓക്കെ, അടുത്തത് പിച്ചാത്തിക്ക് നിങ്ങളുടെ എന്താ പറയും? കത്തി എന്ന് പറയും. നമ്മള് പിച്ചാത്തി എന്ന് പറയും.
അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളാ കിണറിലെ ചുറ്റിനും കെട്ടിയേക്കുന്ന ആ ഒരു സംഭവം ഇല്ലേ, വലയല്ല, ആ തട്ട കൊണ്ട് നമ്മള് കെട്ടി പടുത്ത് വെക്കൂലേ, പടവല്ലേ, നമ്മളെ കിണറ്റിനെ ചുറ്റി ഒരു സംഭവം ഉണ്ടാക്കി വെക്കൂലേ, അതിനെ മനസ്സിലാ പടവ് അറിയാ. അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു സാധനം ഉണ്ടാവില്ല, ആളോടി. അതിന് ഇവരോട് പാമ്പേരി എന്നല്ലേ പറയുന്നത്. ഇതൊക്കെ എന്റെ അമ്മ പറഞ്ഞാന്നിക്കാവൂലേ. ആരെ പറഞ്ഞതാവട്ടെ, ഞാൻ നിനക്ക് ശേഖരിച്ചത്. നീ കള്ളം പറഞ്ഞ എനിക്കത് അറിയണമല്ലോ, അങ്ങനെ തന്നെയാണോ പറയണത്? പാമ്പേരി ഇക്കറിഞ്ഞൂടാ, ഇവിടെ നാട്ടില് പാമ്പേരി എന്നാണ് പറയുന്നത്. അല്ല അന്ന് കൊറേ ഉമ്മ സഹായിച്ചു അല്ലേ. ചക്കര കിണറ്റ് അവരുടെ വീട്ടിലെ കിണറ്റില് ആളോടി ഇല്ല. ആളോടി പറഞ്ഞെന്താ? ആളോടി പറഞ്ഞാൽ നമ്മളെ കിണർ കെട്ടിയതിന് ശേഷം അതിന്റെ ചുറ്റിനും ചെറിയൊരു പൊക്കത്തിന് സിമെന്റ് ഇട്ട് ഇങ്ങനെ അടിയിലുള്ളത് അതിന് ആളോടി എന്ന് പറയും. ഓക്കെ. കിണറിലെ തൊടിയില്ലേ, നമ്മളെ ഉള്ളിലെ തൊടി സ്റ്റെപ്പ് പോലെ തൊടി എന്തൊരു പറയും ഇവര്? തൊടി പറഞ്ഞെന്താ? ഈ ആള് ചവിട്ടി ഇറങ്ങണതേ. എനിക്കൂടെ അതിനാണ് തോന്നുന്നു പാമ്പേരി എന്ന് പറയുന്നത്. തൊടി പറഞ്ഞ എന്താന്നറിയോ? പറമ്പ്. പറമ്പിനാണ് ഒരു തൊടി എന്ന് പറയുന്നത്. ആ തൊടിയിലുണ്ടാവും, ഈ തൊടിയില്. അതേപോലെ തന്നെ നമ്മളിപ്പം വീടൊക്കെ നമ്മള് കല്ല് കെട്ടൂലേ, നമ്മളെന്താ പറയുന്നത്? കല്ല് കെട്ടെന്ന് തന്നെ പറയും. നിങ്ങളവിടെ ഇവരവിടെ പടവ് എന്ന് പറയും, നമ്മളവിടെ കല്ല് കെട്ടുക എന്ന് പറയും. അതേപോലെ നമ്മള് വെള്ളം വീട്ടിന് മുകളിൽ വെള്ളം ശേഖരിച്ചിരിക്കുന്നതിന് എന്താണ് പറയുന്നത്? ടാങ്ക്. ടാങ്ക്. നിങ്ങളുടെ നാട്ടിലോ? ടാങ്കി. ഇന്നലെ നോബലിനോട് പറഞ്ഞെന്താ ടാങ്കോ? ടാങ്ക് എന്താ? വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്ക് അല്ല, നമ്മള് വാട്ടർ ടാങ്കി. ഇവരുടെ നാട്ടില് ടാങ്കി. അടുത്ത ഈർക്കിലിന് നമ്മള് ഈർക്കിൽ എന്നാണ് പറയുന്നത്. ഒരിത്തിരി അതിൽ കൂടെ ചേർത്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് വെക്കും അവിടേക്ക്. ടാങ്കി ഈർക്കിളി ചേർക്ക്. അടുത്ത നമ്മള് നല്ല ചെറിയ മഴയത്തൊക്കെ എല്ലാവരുടെ നാട്ടിലും ഉണ്ടാവും, ചെറിയൊരു വണ്ട് ഉണ്ടാവും കറുത്തിട്ട്. കരിവണ്ട്. കരിവണ്ട്. നിങ്ങളുടെ നാട്ടില് കോട്ടരുമ എന്ന് പറയാം. ഞാൻ ആദ്യം കേട്ട് ചീരിച്ചു മുമ്പോട്ടൊന്ന് കല്യാണത്തിന് മുമ്പ്. രസം അതല്ല, ആ ഒരു വാക്ക് കേൾക്കുമ്പോ നമ്മുടെ ചെറിയ കോട്ടരുമ എന്ന് പറയുമ്പോ എന്തോല വലിയൊരു ജീവിയാണെന്ന്. എരുമ, നമ്മളിവിടെ എരുമ പോത്തെന്നൊക്കെ പറയൂലേ, അതുപോലെയാണെന്ന് വിചാരിച്ചു. നമ്മളെ നാട്ടിൽ ഞാൻ ഫസ്റ്റ് കേട്ടപ്പം ചീരിച്ച് ചക്കര പറഞ്ഞിട്ട്. കരിഞ്ചെള്ള്, കരിവണ്ട് എന്നൊക്കെ നമ്മള് പറയൂലേ. അടുത്ത് നമ്മള് ഈ ചെറിയ ഈ ദേഹത്തോട് കയറുമ്പോ ചൊറിയുന്നൊരു പുഴു ഉണ്ടല്ലോ, ആട്ടാമ്പുഴു. നിങ്ങളോട് എന്താ പറയുന്നത്? നൂല് പോലുള്ള പുഴു. കമ്പിളിപ്പുഴു അല്ല, നിന്റെ വീട്ടിൽ ആ ഓടുത്ത സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മളെ മേത്തോട് ചൊറിയും. ഇവിടെ ആട്ടാമ്പുഴു. ആ പുഴുവിന്റെ ഒരു പേരുണ്ട്, അതിനെ പറയുന്ന പേരാണ് ഇവരുടെ നാട്ടിൽ ഓമനപ്പുഴു. അതിനെ ഓമനിക്കാണ്. ഓമനല്ല, ഓമര. അതിന് പറയുന്ന പേരാണ് ഓമരപ്പുഴു. ഞാൻ കേട്ടിട്ടില്ല. മറ്റേ വണ്ടിന്റെതൊക്കെ കേട്ടിട്ടുണ്ട്. ഏതാണ്? കോട്ടരുമ. അതുകൊണ്ട് ഇപ്പൊ അതൊരു പുതുമ തോന്നണില്ല. അതേപോലെ ഇതിനെ പറയുന്നത് ഓമരപ്പുഴു. അതേപോലെ തന്നെ ചെറിയൊരു അട്ട പോലെ നമ്മുടെ നാട്ടിൽ ചെറിയ പൊന്നട്ട. പൊന്നട്ട എന്ന് പറയുന്നത് തേരട്ട എന്ന് പറയും. തേരട്ട. അതിന് നിങ്ങൾ പറഞ്ഞ എന്താണ്? തേരട്ടക്ക് ചെറിയൊരു അട്ട ഉണ്ടല്ലോ. പൊന്നട്ട എന്ന് പറയണ വേറെ ചേരട്ട. ഇവരുടെ നാട്ടില് അതാണ്. കിട്ടിയില്ലേ? അത് ഈ മഴക്കാലത്തൊക്കെ വീടിനുള്ളിൽ കൂടെ ഉണ്ടാവും. തണുപ്പുള്ള ഇവിടെ മാർബിൾ ആയതുകൊണ്ട് ഇവിടെ കൂടെ ഒക്കെ ഉണ്ടാവും. ഇടയ്ക്ക് നമ്മൾ അടിച്ചോരമൊക്കെ ഇങ്ങനെ കിട്ടും, വളഞ്ഞിട്ടുണ്ട് ഉണ്ടാവും. അപ്പൊ അതിന് ചേരട്ട എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് സവാളയുടെ ചെറുതില്ല, നമ്മളെന്താ പറയുക? ചെറിയുള്ളി. നിങ്ങളുടെ നമ്മുടെ നാട്ടിൽ ശരിക്കും കൊച്ചുള്ളി എന്നും പറയും, ചെറിയുള്ളി എന്നും പറയും. നാട്ടിൽ ചെറിയുള്ളി, കൊച്ചുള്ളി എന്നുള്ള പ്രയോഗം വരെ നാട്ടിൽ. സവാളക്ക് വലിയ ഉള്ളി എന്നും പറയും, സവാള അറിയില്ല, വലിയുള്ളി. ഇവിടെയൊക്കെ സവാള, വെളുത്തുള്ളി. അടുത്ത നമ്മുടെ ആ കയ്പുള്ള പച്ചക്കറി ഉണ്ടല്ലോ, പാവയ്ക്ക്. നിങ്ങളവിടെ എന്താ പറയുക? കയ്പുള്ളത്. നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനം ഉണ്ടല്ലോ, ഇത് എന്താ? കയ്പക്ക. നമ്മള് പാവയ്ക്കാന്ന് പറയും. കയ്പക്കായ. അടുത്തത് നമ്മളാ വേഗിൽ നിൽക്കുന്നവര് പറയണ്ടല്ലോ, നല്ല പഴിക്കുന്ന ഒരു ഗോവാലൊക്കെ തിന്നുന്ന ഒരു പഴം, ഒരു മരം ഉണ്ടല്ലോ നമ്മളെ ഷെഡിന്റെ സൈഡില്. ജാമ്പയ്ക്ക് അല്ലല്ല, ഈ സൈഡില് അതിന് നമ്മളെന്താ? കപ്പയ്ക്ക. അതിന് ആ കപ്പയ്ക്കെന്ന് കേസ് പറഞ്ഞുതരാം. കപ്പയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നാട്ടിൽ എന്താണ് സാധനം എന്ന് മനസ്സിലായോ? പപ്പായാണ് നമ്മള് കപ്പയ്ക്കാന്ന് പറയുന്നത്. അതിന് നിങ്ങൾ എന്താ പറയും? കറുവത്തുംകായ.
നമ്മള് പപ്പായെന്നും പറയും കപ്പയ്ക്കെന്നും പറയും. നമ്മള് സർവത്തുങ്കായ പപ്പായാന്ന് ചിലവര് പറയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്തൊരു വാക്ക് നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, ഈ തോട്ടി അഥവാ തോട്ട, അതിന് നമ്മൾ മുകളിൽ ഒരു സാധനം വെച്ച് കിട്ടല്ലോ, കൊങ്കി. കൊങ്കി അല്ലെ നമ്മളാ വെച്ച് കെട്ടുന്ന പേര് പറയുമല്ലോ. ഞാൻ പറഞ്ഞത് എന്താണ്? തൈപ്പൻ. നമ്മളെ കെട്ടുന്ന സാധനത്തിന് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. ആ ഒരു വലിയൊരു തോട്ട അഥവാ വലിച്ചിടാൻ വേണ്ടി ഒരു കൊച്ചു കമ്പ് വെച്ച് ചെറിയൊരു വടി വെച്ചിട്ട് ഇങ്ങനെ കെട്ടും. ആ കെട്ടുന്ന ഒരു ചെറിയൊരു വടിക്കുള്ള പേരാണ് തൈപ്പൻ. നിങ്ങളെ നാട്ടിൽ എന്താ പറയുക? എന്റെ അമ്മ എന്താണ് പറഞ്ഞത് അതാ പറഞ്ഞു കൊടുക്കുക. ഞാനീ സാരി വാക്കുകളുണ്ടല്ലോ ഇതൊക്കെ ഇവിടെ നാട്ടിൽ നിന്നപ്പോ ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ഇതുവരെ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അത് ചില വീടുകളൊക്കെ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മള്. അപ്പൊ അതിന് നമ്മൾ പറയുന്ന കേസ് ഇവര് കൊങ്കി എന്ന് പറയും. കൊങ്കി എന്നാണ് ഇവര് പറയുന്നത്. ആ സാധനത്തിന് കൊങ്കി എന്ന് പറയും. കൊങ്കി നമുക്ക് വേറെയല്ലേ? വേറെതാണ് നമ്മളെ കൊങ്കി എന്ന് വെച്ചാൽ വേറെ കത്തിയുണ്ട്, ചക്ക വലിച്ചിടാനൊക്കെ കത്തി വെച്ചിടുന്നതാണ് നമ്മൾ കൊങ്കി എന്ന് പറയുന്നത്. ഇത് തൈപ്പൻ എന്ന് പറയും. അടുത്ത നമ്മള് ഡ്രസ് വാഷ് ചെയ്യണ നമ്മൾ എന്ത് പറയും? തുണി കഴുകണമെന്ന് പറയും. നിങ്ങളെന്താ പറയുന്നത്? തിരുമ്പ എന്ന് പറയും. നമ്മുടെ നാട്ടില് തുണി കഴുകാന്ന് പറയും. ഓക്കെ, അടുത്തത് എഗ്. എന്താ പറയാ? എഗ് മുട്ട. അവിടെ വരുമ്പോ മുടുക. എനിക്ക് തോന്നുന്നു കൂടുതലും വയസ്സായവരാണ്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പപ്പമാര് വല്യമ്മമാര്. എന്റെ മേടക്കൊക്കെ മുടുകാന്ന് തന്നെ പറയാ. മേടക്കൊക്കെ മുടുകാന്ന് തന്നെ. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ മുടുക എന്ന് പറയും, നമ്മള് മുട്ട എന്ന് പറയും. ഓക്കെ, അടുത്തത് നമ്മള് മണ്ണ് വെട്ടുന്ന ഒരു ആയുധം ഉണ്ടല്ലോ, മൺവെട്ടി. നിങ്ങളവിടെ എന്താ പറയുക? കൈക്കോട്ട് എന്ന് പറയും. നമ്മളെ നാട്ടിൽ മൺവെട്ടി എന്ന് പറയും. പാലക്കാട്ടേക്ക് വരുമ്പോ കൈക്കോട്ട് എന്ന് പറയും. ഓക്കെ, അടുത്ത നമ്മൾ വയ്ക്കുമ്പോന്നത് മരച്ചീനി. എന്താ പറയുക? നമ്മള് മരച്ചീനി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലോ? നമ്മൾ പൂളക്കിഴങ്ങ് പറയും. കിഴങ്ങെന്നും പറയും, മരച്ചീനി. നമ്മള് പൂള അല്ലെങ്കിൽ പൂളക്കിഴങ്ങ്. ഈ ഒരു സാധനത്തിന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരുപാട് പേരുണ്ട്. അത് തൃശ്ശൂരോട്ട് വന്നു കഴിയുമ്പോ കൊള്ളി എന്ന് പറയും. നമ്മളെ കോട്ടയം ഏരിയയിലോട്ടൊക്കെ വന്നു കഴിയുമ്പോ കപ്പ എന്ന് പറയും. നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോ അതിന് മരച്ചീനി, മരക്കിഴങ്ങ് എന്ന് പറയും. ഇവരെ അങ്ങോട്ട് പോകുമ്പോ അതിന് പൂള എന്ന് പറയല്ലേ. അങ്ങനെ വെറൈറ്റി കപ്പാന്നും പറയുന്നുണ്ട്, കപ്പാന്ന് പൂളാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇനിയും ഈ ഒരു സാധനത്തിന്, ഈ ഒരു വസ്തുവിന് ഇതിലധികം പേരുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തോളൂ. അങ്ങനെ ഒരു പറയില്ലേ, 6 നാട്ടിൽ 100 ഭാഷ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പദങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പൊ അതുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കപ്പ, മരച്ചീനി, പൂള, കൊള്ളി എന്നൊക്കെ ഉള്ളതിനൊക്കെ വേറെ പദം ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തില്ല. അപ്പൊ നമ്മൾ അടുത്ത് ചോദിക്കാൻ പോകുന്നത് നമ്മളെ കവുങ്ങുണ്ടല്ലോ, അടയ്ക്കാമരം. അതിന് നമ്മൾ നമ്മള് പാക്കെന്നാണ് നമ്മൾ അതിന് പറയുന്നത്. നിങ്ങൾ അതിനെന്താ പറയുന്നത്? പാക്കെന്നാണ് ആ സാധനത്തിന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മള് ഈ വീട്ടിലൊക്കെ നമ്മളിപ്പോ ഒരു നേർച്ചയോ അല്ലെങ്കിൽ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് ജ്യൂസ്, ഈത്തപ്പഴം അതൊക്കെ കൊണ്ട് കൊടുക്കുമല്ലോ. അലുവ കട്ടി. എന്താ പറയുക? നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? ഇവരുടെ നാട്ടിൽ അതിന് ചീരണി എന്ന് പറയും. ഇവള് പറഞ്ഞാണ് കേട്ടിട്ടുള്ളത്. ഇവരുടെ നാട്ടിൽ അതിന് ചിരണി എന്ന് പറയും. നമ്മുടെ നാട്ടിൽ അതിന് പാത്തിയപ്പങ്ക് എന്നാണ് നമ്മള് പ്രയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മള് ചിലന്തിയുടെ വലയ്ക്ക് നമ്മൾ എന്ത് പറയും? ചിലന്തി വല എന്ന് പറയും. മാറാല എന്ന് പറയും. നമ്മുടെ നാട്ടിൽ അതിന് മാറാല എന്ന് പറയും, നമ്മുടെ നാട്ടിൽ അതിന് ചിലന്തി വല എന്ന് പറയും. അടുത്തത് ചിലന്തിക്ക് നമ്മള് ചിലന്തി തന്നെ പറയും. നിങ്ങളുടെ നാട്ടില് എട്ടുകാലി. ഇവരുടെ നാട്ടിലെ എട്ടുകാലി തന്നെയാണ് ഇവർ പറയുന്നത്. നമ്മളതിന് ചിലന്തി എന്ന് പറയും കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മള് വെള്ളമുണ്ടിന് നമ്മൾ എന്താ പറയുന്നത്? വെള്ളമുണ്ടിന് മുണ്ടെന്ന് പറയും. കോമൺ ആയിട്ട് അതിന് മുണ്ടെന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്യും. നിങ്ങളുടെ നാട്ടിലാണെങ്കിലോ? ഇവരുടെ നാട്ടിൽ ഈ തുണി എന്നാണ് പറയുന്നത്. വെള്ളത്തുണി. വെള്ളമുണ്ടെന്നും പറയും. മറ്റേ കള്ളി പുള്ളിയൊക്കെ ഉള്ളതിന് കൈലി എന്ന് പറയും. ഇവർക്ക് വെള്ള പിന്നെ നമ്മൾ കൊടുക്കുന്ന വെള്ളമുണ്ടിന് ഇവര് തുണി എന്ന് പറയും. നമ്മൾ ഉപയോഗിക്കുന്ന ലുങ്കി അഥവാ നമ്മുടെ നാട്ടിൽ കൈലി എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന് ഇവരതിന് എന്ന് പറയുന്നത് ലുങ്കി തുണി എന്നും പറയും, മുണ്ടെന്നും പറയില്ലേ? കള്ളിത്തുണി നമ്മളെ മറ്റേ വര കോളങ്ങളോ ഉള്ളത്. ഇവരുടെ നാട്ടിന് അതിന് പിന്നെ തുണി എന്ന് പറയും. തോർത്തുമുണ്ട് എന്നാണ് ഇവര് പറയുന്നത്. നമ്മുടെ നാട്ടില് തോർത്തുമുണ്ട് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മള്
ഈ എന്താണ് ഈ പച്ചക്കറിയൊക്കെ നമ്മൾ ചോറിന് കൂട്ടാൻ വെക്കുമല്ലോ, എണ്ണയൊക്കെ ഒഴിച്ച് ഇതൊക്കെ ഇട്ടിട്ട് വിഴുക്ക് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത്. വിഴുക്ക് നമ്മൾ പറയും, ചിലയിടത്ത് മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയും. നിങ്ങൾ അവിടെ എന്താ പറയുന്നത്? ഉപ്പേരിയാണ് ഉദ്ദേശിച്ചത്. അതന്നെ സാധനം. ഇവിടെ നാട്ടിൽ അതിന് ഉപ്പേരി എന്ന് പറയും, നമ്മുടെ നാട്ടില് മെഴുക്ക് വരട്ടി, മെഴുക്ക് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറയുന്നത് നമ്മള് കാപ്പി കുടിച്ചാന്നാണ് ചോദിക്കുന്നത്. കാപ്പി കുടിച്ചോ, കാപ്പി കുടിക്കാൻ പോകുന്നതെന്ന് പറയാം. കാപ്പിക്ക് എന്തോന്ന്? കാപ്പിക്ക് എന്തോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് നമ്മൾ ഈ കാപ്പി എന്ന് പറയുന്നത്. അതേസമയം നിങ്ങളുടെ നാട്ടിൽ കാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നാസ്ത. അതായത് രാവിലത്തെ ചായയും കടിയെന്ന് ഒരു പറയലുണ്ട്. ചായയും കടിയെന്ന് ഒരു നാസ്ത എങ്ങനെയാന്നറിയോ? അതിന്റെ വാപ്പാന്റെ ആൾക്കാണ്. അതായത് പാലക്കാട് അങ്ങോട്ട് നാസ്താന്ന് അറിയാം. നാസ്ത എന്നാണ് പറയുന്നത്. കാരണം എന്റെ കൂടെ ഗൾഫിൽ നിന്ന പ്രവാസി ആയിട്ട് നിന്നപ്പോ അവിടെയുള്ള ആൾക്കാരൊക്കെ നാസ്ത കഴിക്കാൻ പോയോ എന്നൊക്കെ നമ്മളവിടെ അധികവും ചായയും കടിയും കുടിച്ചോന്നാണ് ചോദിക്കുന്നത്. വൈകുന്നേരത്തായാലും തന്നെ ചായയും കടിയും. അത് നമ്മുടെ ഈ വീടിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മളെന്താണ് ഹാള്. നിങ്ങളുടെയോ? കോലായി. ഇവരുടെ കോലായി എന്ന് പറയും. നമ്മളെ നാട്ടിലെ ഹാൾ എന്ന് പറയും. അപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? വീടിന്റെ ഹാളിനെ അവര് കോലായി എന്നും നമ്മള് ഹാളെന്നും പറയും. അടുത്ത് നമ്മള് നിങ്ങൾ ഇംഗ്ലീഷ് മലയാളം സിറ്റൗട്ടിനെ നമ്മള് സിറ്റൗട്ട് നിങ്ങളോട് ഉമ്മറെന്ന് പറഞ്ഞ എന്താണ്? ഉമ്മറന്ന് നമ്മള് പറയലില്ല, അത് ഹിന്ദുക്കളാണ് യൂസ് ചെയ്യാറ്. അവിടെ ആ ഭാഗത്തുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കുന്നത് അധികം ഹിന്ദുസ് ആണ്. നമ്മള് സിറ്റ് ഔട്ട് തന്നെ പറയലുള്ളൂ. ഉമ്മറപ്പടി അത് ഇടക്കൊക്കെ വരും, പക്ഷെ അടുത്ത നമ്മള് തേങ്ങയുടെ തന്നെ ചെറിയ രൂപം ഉണ്ടല്ലോ, കൊച്ചങ്ങ എന്ന് പറയുന്നത്. വെള്ളക്ക കൊച്ചങ്ങ എന്ന് പറയുന്നത്. വെള്ളക്ക ഒന്നും കൂടി വലുത്. അത് ഏറ്റവും ചെറിയ രൂപത്തിലാണ് നമ്മൾ കൊച്ചങ്ങ എന്ന് പറയുന്നത്. തോന്നുന്നു നമ്മൾ കുട്ടിക്കാലത്തൊക്കെ അതില് ഈർക്കിലൊക്കെ ഉണ്ടാക്കിയിട്ട് പമ്പര കൊണ്ടുപോയി കളിക്കുന്ന സാധനം മനസ്സിലായി തോന്നുന്നു. മനസ്സിലാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? അച്ചിങ്ങ എന്ന് പറയും. ഇവരുടെ നാട്ടിൽ അതിന് അച്ചിങ്ങ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ അത് തേങ്ങക്ക് തേങ്ങ, തേങ്ങ ഉണ്ടല്ലോ, ചക്കര മാങ്ങക്ക് മാങ്ങ, ചക്കക്ക് ചക്ക, അങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. അതേപോലെ തന്നെ അന്ന് നൗഫലിവിടെ വന്നപ്പോ ഒരു പഴം വേണോന്ന് പറഞ്ഞു. അതായത് നമ്മൾ ആ ചുമന്ന പഴമില്ലേ, നിങ്ങൾ എന്താ പറയാ? നമ്മള് കപ്പപ്പഴം എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? ആ ചുമന്ന നിറത്തിലുള്ള ഒരു പഴം ഉണ്ടല്ലോ, നമ്മളവിടെ നിന്ന് വാങ്ങാൻ ഇങ്ങനെ പറഞ്ഞു, ഈ പഴം വാങ്ങിച്ചോന്ന് പറഞ്ഞു. അന്നാണ് ആ പഴത്തിന് വേറൊരു പേര് പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? റോബസ്റ്റ് എന്നാ പറയുന്നത്? ചുമന്ന പഴത്തിന് എന്താ പറയുന്നത്? ചുമന്ന പഴവും നമുക്ക് റോബസ്റ്റ് വേറെയാണ്. റോബസ്റ്റ് പഴം നമുക്കിവിടെ വേറെ, പച്ചച്ചിങ്ങനെന്നും പറയും, റോബസ്റ്റ് എന്നും പറയും. റോബസ്റ്റ് മറ്റേ വേറൊരു റോബസ്റ്റ് ഇല്ലേ, പച്ച കളറിൽ, മഞ്ഞ കളറിലും പച്ച കളറിലും ഒന്നും. മഞ്ഞ കളറിൽ ഏത്തപ്പഴം, അങ്ങനല്ല, പച്ച കളർ. കാക്കു തിന്നിട്ടില്ലേ? റോബസ്റ്റ് പച്ചപ്പഴം. മറ്റത് ചോപ്പാണ് കപ്പപ്പഴം. അത് ചോപ്പാണ്. റോബസ്റ്റ് തന്നെ പറയാം. അത് റോബസ്റ്റ് എ ബി എന്ന് കൊടുത്തോട്ടെ, മറ്റേതേ അതിന് ബി ആക്കാം. അത് നമ്മള് ഈ മുറ്റത്തൊക്കെ ഈ വീണ് നടക്കുന്ന ആ ഒരു ഇല ഉണ്ടല്ലോ, അതിന് നമ്മളെന്താ പറയും? ചവറ് എന്ന് പറയും. നിങ്ങളല്ലോ ചപ്പില. നമ്മളതിനെ ചവറ് പറയും, ഇവരതിന് ചപ്പില എന്നാണ് പറയുന്നത്, ഉച്ചരിക്കുന്നത്, പ്രയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും നമ്മള് ഏകദേശം കുറച്ച് വാക്കുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വാക്കുകൾ അങ്ങോട്ട് കൊണ്ട് ചോദിക്കണ്ടോ? ചോദിക്കണ്ടോ? അപ്പൊ ചോദിച്ചോ. ഇപ്പൊ ഉള്ളത് തന്നെ ഇവിടെ ഒരാൾക്ക് ഓർമ്മ വരുന്നില്ല, ഇനിയിപ്പോ ഇല്ലാത്ത കൂടെ എങ്ങനെ ആലോചിക്കുന്നു വിചാരിച്ചിട്ടാണ്. ഒരുപാട് നമ്മുടെ സംസാരത്തിൽ വ്യത്യാസം ഉണ്ട്. അപ്പൊ പെട്ടെന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോട്ട് ചെയ്ത് നമ്മൾ ടേബിളിന് എന്താ പറയാ? ടേബിൾ തന്നെ പറയാ, മേശ, ടേബിള്, മേശ. അതിനകത്ത് മേശ തന്നെ പറയാ. പിന്നെ ഉണ്ട്, പിന്നെ ഇവര് വേറെ ഒരുപാട് പദപ്രയോഗങ്ങൾ. നമ്മള് വെള്ളം എന്ന് പറയണ ഇവര് വള്ളം. പിന്നെ നമ്മള് കഴുത്തിന് പറയണ എവരെന്തേലും കൗത്ത്. എന്താ പറയണേ? കൗത്ത്. ഉപ്പിന് ഇവര് ഇപ്പെന്ന് പറയും. നമ്മളെ ഉപ്പ് കറക്റ്റ് പറയില്ല, ഇപ്പ്. അങ്ങനെ അത് കേൾക്കുമ്പോഴാണ് അങ്ങനെ പറയുമ്പോ ഉപ്പ് തന്നെ പറയുള്ളൂ, പക്ഷെ ഇപ്പാണ് പറയാ ശരിക്കും. അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു വീട്ടിലിപ്പോ ഒരു അനുജനും ജ്യേഷ്ഠനും ഉണ്ടെങ്കിൽ ജ്യേഷ്ഠന്റെ ഭാര്യനെ എന്താണ് വിളിക്കുന്നത്? അല്ലെങ്കിൽ ഒരു ആണും പെണ്ണോണെന്നുണ്ടെങ്കിൽ ജ്യേഷ്ഠന്റെ ഭാര്യനെ പെണ്ണെന്ന് വിളിക്കും. സഹോദരന്റെ ഭാര്യനെ ചേട്ടത്തിന്ന് വിളിക്കും. ഇവരുടെ ചേട്ടത്തിന്ന് അല്ലെങ്കിൽ താത്താന്ന് പറയും. നിങ്ങളുടെ മൂത്തച്ഛനെ വിളിക്കുന്ന അങ്ങനല്ലല്ലോ, അത് ഓരോരുത്തരെ ഇഷ്ടം പോലെ ഇരിക്കും. ഞാൻ ഇപ്പോ
മുത്തച്ഛി ഏതാ ചോദിച്ചോലെ നമ്മളെ ഇവിടുത്തെ വെച്ച് നോക്കണമെങ്കിൽ ഇവക്ക് സിനു നാത്തൂനാണ്, മദിനി എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളിവിടെ മദിനിന്ന് വിളിക്കുന്നത് അല്ലേ? സത്യം പറയാലോ, ഇവര് മദിനിന്നൊന്നും പറയുമ്പോ ഒന്നും മനസ്സിലാവലില്ല. ആയിക്കോട്ടെ അമ്മായിയുടെ മകനാണെന്നുണ്ടെങ്കിൽ മച്ചാന്ന് പറയും, അമ്മായിയുടെ മകളാണെന്നുണ്ടെങ്കിൽ നമ്മളത് മദിനിന്ന് സ്ഥാനത്ത് എന്റെ പട പെങ്ങടെ മകനെ മകളാണ് ഞാൻ പറയുന്നത്. ആണാണെന്നുണ്ടെങ്കിൽ മച്ചാന്ന് വിളിക്കും, പെണ്ണാണെന്നുണ്ടെങ്കിൽ മദിനിന്ന് വിളിക്കും. ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വന്നപ്പോഴേ ഒരാളെ അമ്മ മദിനി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കണ എന്താന്ന് പറയാ, അത് അവരെ പേരാണ്. മദിനി താത്താന്നൊക്കെ വിളിച്ചതിന്റെ നാളെ അയ്യോ അല്ല, അത് കഴിഞ്ഞപ്പോ പിന്നെ ഇമ്മ വേറെ ആരോ മദിനി വിളിക്കണ്ടേ. മൊത്തത്തിൽ എത്ര മദിനികളെ ഇവിടെ പിന്നെയാണ് മനസ്സിലായി മദിനി സംസാരിക്കുമ്പോഴൊക്കെ വേറെ കേക്കും, അപ്പോഴും പിന്നെ എടുത്ത് ചോദിക്കുമ്പോഴാണ് അറിയുന്നത്. പിന്നെ ഇപ്പൊ അതങ്ങോട്ട് ഓർമ്മിക്കണില്ല. നമുക്ക് മദിനിന്നില്ല, ഒക്കെ കാക്ക താത്ത നാത്തൂന് ഇളയിങ്ങള്. ഓക്കെ, അപ്പൊ ഏതായാലും നമ്മുടെ ഈ ഒരു ലാംഗ്വേജ് ചലഞ്ച് ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിതിവിടെ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യണം. അപ്പൊ ഇനിയും ഒരുപാടുണ്ട്. അപ്പൊ ഇനിയും വാക്കുകൾ വേണമെങ്കിൽ ഇതേപോലെ കുറച്ച് വാക്കുകൾ നോക്കി എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ പറയാം, ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ച് വാക്കുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് വരാൻ നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. അപ്പൊ ഏതായാലും ഇതിനകത്ത് ഒട്ടുമിക്ക വാക്കുകളും ചക്കരയ്ക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത്തെ കേസ് അവളിപ്പോ കുറച്ച് നാളായിട്ട് ഇവിടെയാണ്, പിന്നെ പലതും പ്രയോഗിച്ചില്ലാത്ത വാക്കുകളുമാണ്. അപ്പൊ അതുകൊണ്ടാണ് ചിലതൊക്കെ ഒരു അറിയാൻ പറ്റാത്ത ഒരു ആശയക്കുഴപ്പത്തിൽ വന്നത്. അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എന്താണ് ഭാഷയുടെ വ്യത്യാസം അല്ലേ. അപ്പൊ ഈ വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിലൊക്കെ മാറ്റി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയുക. അപ്പൊ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലാംഗ്വേജ് ചലഞ്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷി വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.